നമസ്കാരം, എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഒരു പുതിയ ടോപ്പിക്കാണ് പെർമനൻറ്റ് ടിഷ്യൂസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണല്ലേ എന്താണ് ടിഷ്യൂസ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അല്ലെ, ടിഷ്യൂസിൻ്റെ ക്ലാസിഫിക്കേഷൻ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂസ്. അപ്പം പെർമനൻറ്റ് ടിഷ്യൂസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം പെർമനൻറ്റ് ടിഷ്യൂസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആൻഡ് കോംപ്ലെക്സ് പെർമനൻറ്റ് ടിഷ്യൂ അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ്. They are made up of only one type of cells and are of three types. Simple എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ, no complication is there. So that is made up of only one type of cells. ഒരു ടൈപ്പ് മാത്രം സെൽസിനെ കൊണ്ട് ഉണ്ടാക്കിയ ടിഷ്യൂസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ. പെർമനൻറ്റ് മീൻസ് അതിൻ്റെ എബിലിറ്റി അല്ലെ, ദ സെൽ ലോസ് ദർ എബിലിറ്റി ടു ഡിവൈഡ് ചെയ്യാനുള്ള ആ എബിലിറ്റി ഇല്ലാതായ ടിഷ്യൂസിനെയാണ് പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ടിഷ്യൂസിനെ നമ്മൾ എന്ത് പറയുന്നു? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ 3 തരത്തിലുണ്ട്. 1 പാരൻകൈമ, 2 കോളൻകൈമ, 3 സ്ക്ലീറൻകൈമ. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. നമുക്ക് നോക്കാം. പാരൻകൈമ. The cells are generally isodiametric, spherical, oval, round or polygonal with small intercellular spaces. Parenchyma എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ഒരേ ടൈപ്പ് സെൽസിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെൽസ് എല്ലാം പല ഷേപ്പിൽ കാണുന്നുണ്ട്. സ്പെറിക്കലായിട്ട് കാണാം, ഓവലായിട്ട് കാണാം, റൗണ്ടായിട്ട് കാണാം, പോളിഗണലായിട്ട് കാണാം. അപ്പോൾ എങ്ങനെ കാണുവാണെങ്കിൽ അത് ഐസോഡയാമെട്രിക് ആയിരിക്കും. ഓക്കെ, ദെൻ അതിൻ്റെ ഇടയിൽ അങ്ങനെ ആ ഷേപ്പിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്മോൾ ഇന്റർസെല്ലുലാർ സ്പേസസ് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഓവൽ ഷേപ്പ് ആണെങ്കിൽ 2 ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് കൂടിച്ചേരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു 3 ഓവൽ ഷേപ്പ് സെൽസ് കൂടിച്ചേരുന്നതിൻ്റെ ഇടയിൽ സ്പേസസ് കാണാം. ഓക്കെ, സെല്ലിൻ്റെ ഇടയിൽ കാണുന്ന സ്പേസസിനെയാണ് ഇന്റർസെല്ലുലാർ സ്പേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സെൽസ് ആർ ലിവിങ് ആൻഡ് ഹാവ് തിൻ വാൾസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. സെൽസ് എന്ന് പറയുന്നത് പാരൻകൈമ സെൽ എന്ന് പറയുന്നത് എന്താണ്? ലിവിങ് സെല്ലാണ് അല്ലേ. ലിവിങ് സെല്ലാണ്. അതിൻ്റെ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉപയോഗിച്ചാണ്. ഓക്കെ, ദെൻ ഇറ്റ് പെർഫോംസ് വേരിയസ് ഫങ്ഷൻസ് ലൈക്ക് ഫോട്ടോസിന്തസിസ്, സ്റ്റോറേജ് ആൻഡ് സെക്രീഷൻ. അപ്പം ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇതിൻ്റെ ഷേപ്പ് പറഞ്ഞു, സ്ട്രക്ചർ പറഞ്ഞു. നമ്മൾ അതിൻ്റെ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്, തിൻ വാൾഡ് ആണ് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? കുറേ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫോട്ടോസിന്തസിസ് അല്ലേ. ഫോട്ടോസിന്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എവിടെയാണ്? ലീഫിൽ വെച്ചിട്ടാണ്. അപ്പോൾ ലീഫിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? പാരൻകൈമ സെൽസ് അല്ലെങ്കിൽ പാരൻകൈമ ടിഷ്യൂസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോറേജ്, ഈ ഉണ്ടാക്കിയ ഫുഡിനൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തും പാരൻകൈമ കാണലുണ്ട്. അതേപോലെ സെക്രീറ്റിംഗ് ആയിട്ടുള്ള ഏരിയയിലും പാരൻകൈമ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാരൻകൈമേൻ്റെ ഫങ്ഷൻസ് വാരിയസ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം പാരൻകൈമയുടെ ചിത്രം. ഇവിടെ ഇതിപ്പോൾ ഒരു എന്താണ് പറയുക, ഒരു ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള പാരൻകൈമ ടിഷ്യൂസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ട്രാൻസ്വേഴ്സ് സെക്ഷനാണ്, ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ സെൽ വാൾ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. ഒരു സെല്ലിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈറ്റോപ്ലാസം ഉണ്ട്, ലിവിങ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇതാ കണ്ട, ഈ സ്പേസ് ആണ് എന്ത്? ഇന്റർസെല്ലുലാർ സ്പേസസ്. അതേപോലെ തന്നെ പ്ലാന്റ് സെല്ലായതുകൊണ്ട് തീർച്ചയായും വാക്യൂൾസ് കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് പാരൻകൈമ എന്ന് പറയുന്ന സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ. നെക്സ്റ്റ് കോളൻകൈമ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലിവിങ് ക്ലോസ്ലി പാക്ഡ് ഐസോഡയാമെട്രിക് സെൽസ്. ഇവിടെ മറ്റതിൽ എന്താണ്? ലൂസ്ലി ആയിരുന്നു അല്ലേ. സോ ഇന്റർസെല്ലുലാർ സ്പേസസ് ഒക്കെ കാണുമായിരുന്നു. ഇവിടെയോ ദീസ് ആർ ക്ലോസ്ലി പാക്ഡ് അല്ലേ. The cells of Collenchyma are thickened at the corners due to the deposition of cellulose and pectin. Parenchyma കേസിൽ നമ്മൾ പറഞ്ഞു സെൽ വാൾ is thin and is made up of cellulose അല്ലേ. ഇവിടെ എന്താണ് സംഭവം? കോളൻകൈമയുടെ കോർണേഴ്സ് എന്ന് പറയുന്നത് കോർണേഴ്സ് മാത്രം തിക്കായിരിക്കും. അവിടെ തിക്കാവാനുള്ള കാരണം അതാണ് ഡിപ്പോസിഷൻ ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ.
It provides mechanical support and flexibility to the growing parts of the plant, such as young stem and petiole of the leaf. ഇതിൻ്റെ ഫംഗ്ഷൻ സപ്പോർട്ടാണ്. അതായത് തിക്കൻഡ് ആയിട്ടുള്ള കോർണേഴ്സ് ആകുമ്പം സപ്പോർട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അതേപോലെ തന്നെ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കാനും, അതേപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി. നമുക്കറിയാം യങ് തളിര് അല്ലേ, യങ് ആയിട്ടുള്ള പാർട്സ് എന്താണ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും അല്ലേ. ഇപ്പോൾ ലീഫിൻ്റെ പീറ്റിയോൾ എന്ന് പറയുന്നത് ഇങ്ങനെ കട്ടൊക്കെ നിൽക്കുമോ? ഇല്ല, അതെന്താണ്, ഫ്ലെക്സിബിൾ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു നേച്ചറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? കോളൻകൈമയാണ്. അതിൻ്റെ പടമാണിത്. ഇത് നമുക്ക് കാണാൻ പറ്റും. ഈ സെല്ലിൻ്റെ കോർണേഴ്സിൽ എന്തിൻ്റെ ഡിപ്പോസിഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്? സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ അല്ലേ, അതിൻ്റെ ഡിപ്പോസിഷൻ ഉള്ളതുകൊണ്ട് കോർണേഴ്സ് ഒക്കെ തിക്കൻഡാണ്. പിന്നെ സാധാരണ കാണുന്ന പോലെ പ്രോട്ടോപ്ലാസവും വാക്യൂളും സെൽവോളും ഒക്കെ ഈ ടിഷ്യൂവിനും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് കോളൻകൈമ ടിഷ്യൂ. നെക്സ്റ്റ് സ്ക്ലീറൻകൈമ. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ഡെഡ് സെൽസ്. ഇതിൻ്റെ പ്രത്യേകത, മറ്റേത് രണ്ടും ലിവിങ് സെല്ലായിരുന്നു. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ഡെഡ് സെൽസ് വിത്ത് തിക്ക് ആൻഡ് ലിഗ്നിഫൈഡ് വാൾസ് വിച്ച് ഹാവ് few or numerous unthickened areas called pits. ഡെഡ് സെല്ലാണ്, ലിഗ്നിഫൈഡ് വോളാണ്, തിക്ക് ആൻഡ് ലിഗ്നിഫൈഡ് വാൾസ് ആണ് ഇതിന് കാണുന്നത്. ചില സ്ഥലത്ത് എന്താണ് ന്യൂമറസ് അല്ലെങ്കിൽ കുറച്ചായിട്ട് എന്ത് കാണുന്നുണ്ട്? അൺതിക്കൻഡ് അല്ലേ, അതായത് നാരോ ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം തിന്നായിട്ടുള്ള, തിക്കല്ലാതെ തിന്നായിട്ടുള്ള ഏരിയാസ് കാണുന്നുണ്ട്. അവിടെയാണ് എന്ത് പറയുന്നത്? പിറ്റ്സ്. അതിനെയാണ് എന്ത് പറയുന്നത്? പിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. Based on variation in form, structure, origin and development, Sclerenchyma may be either fibers or sclerites. Sclerenchyma നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. Based on variation in form, structure, origin, development. എല്ലാത്തിൻ്റെയും അല്ലേ, ഡെവലപ്മെൻറ്റിൻ്റെയും ഒറിജിൻ്റെയും സ്ട്രക്ചറിൻ്റെയും ഫോമിൻ്റെയും ഒക്കെ ബേസിൽ നമുക്ക് it can be divided into two, fibers or sclerites. Fibers are elongated, thick-walled and pointed cells generally occurring in groups. ഫൈബേഴ്സ് എന്ന് പറയുന്നത് നീളമുള്ളതാണ്, ഇലോങ്ങേറ്റഡ് ആണ്, അതേപോലെ തിക്ക് വാൾഡ് ആണ്, പോയിന്റഡ് ആണ്, ഗ്രൂപ്പായിട്ടാണ് കാണുക. സ്ക്ലീറൈറ്റ്സ് ആർ സ്പെറിക്കൽ, ഓവൽ ഓർ സിലിണ്ട്രിക്കൽ, ഹൈലി തിക്കൻഡ് ഡെഡ് സെൽസ്. സ്ക്ലീറൈറ്റ്സ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ആണ്, ഇത് ഇലോങ്ങേറ്റഡ് ആണ്, തിക്കൻഡ് ഡെഡ് സെൽസ് ആണ്. ഓക്കെ. ഇവിടെ സ്ക്ലീറൈറ്റ്സ് ആർ കോമൺലി ഫൗണ്ട് ഇൻ fruit walls of nuts, pulp of fruits like guava, pear and sapota, seed coats of legumes and leaves of tea. Then Sclerenchyma provides mechanical support to the plant organs. Mechanical support ആണ് നൽകുന്നത്. അതായത് ഡെഡ് ആയിട്ടുള്ള തിക്ക് വാൾഡ് ആയിട്ടുള്ള ലിഗ്നിഫൈഡ് വാൾസ് ഒക്കെയുള്ള സെൽസ് ആണ്, ടിഷ്യൂസ് ആണ്. അപ്പോൾ അതിന് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് നൽകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്ലീറൈറ്റ്സ് കാണുന്നത് പൾപ്പിലും ഓക്കെ, പെയർ സപ്പോർട്ട് അതിൻ്റെയൊക്കെ കോട്സിലൊക്കെ കാണുന്നുണ്ട്. ഓക്കെ. ഇതാണ് അപ്പം സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. ഇതാണ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഫൈബർ സ്ക്ലീറൻകൈമയും, ഓവൽ ഓർ റൗണ്ട് ഷേപ്ഡ്, സ്പെറിക്കൽ ഷേപ്ഡ് സ്ക്ലീറീഡ്. ഓക്കെ. The sclerite and fibers are the types of Sclerenchyma. Next, complex permanent tissue. അപ്പോൾ simple permanent tissue ആ മൂന്നെണ്ണമാണ്: Parenchyma, Collenchyma and Sclerenchyma. Then complex permanent tissues. The complex permanent tissues are made of more than one type of cells. അല്ലേ, അതിനെയാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. സിമ്പിൾ എന്ന് പറയുമ്പോൾ ഓൺലി വൺ ടൈപ്പ് ഓഫ് സെൽ ആയിരുന്നു. ഇവിടെ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടെങ്കിൽ അതെന്തായി? കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആയി, വിച്ച് വർക്ക് ടുഗെദർ. ഇതാണ് സൈലം, ഫ്ലോയം. ഈ രണ്ട് തരത്തിലുള്ള കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ് ആണുള്ളത്. സിമ്പിൾ 3 എണ്ണം ഉണ്ടായിരുന്നു, കോംപ്ലക്സ് 2 എണ്ണമാണുള്ളത്. സൈലും ഫ്ലോയും നിങ്ങൾക്ക് അറിയാം അല്ലേ, കേട്ടിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലേ. ഇതിപ്പോൾ നമ്മളുടെ സ്റ്റെം ആണെങ്കിൽ സ്റ്റെമ്മിൻ്റെ അകത്ത് അതിൻ്റെ ഒരു സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടോ, ഇങ്ങനെ ട്യൂബായിട്ടാണ് ഇത് സൈലും ഫ്ലോയും കോംപ്ലക്സ് ടിഷ്യൂസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് സൈലും ഒന്ന് ഫ്ലോയും, ആ രീതിയിൽ അഡ്ജസൻ്റ് ആയിട്ട് തന്നെയാണ് സൈലും ഫ്ലോയും ട്യൂബായിട്ടാണ് സ്റ്റെമ്മിലും റൂട്ടിലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം സൈലം. Xylem functions as a conducting tissue for water and minerals from root to the stem and leaves. രണ്ടും അല്ലേ, സൈലം ആയാലും ഫ്ലോ ആയാലും കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കണ്ടക്ട് ചെയ്യുന്നത്? വാട്ടർ ആൻഡ് മിനറൽസ്. എവിടുന്ന്?
ഫ്രം റൂട്ട് അല്ലേ, റൂട്ടിലാണ് വാട്ടർ മിനറൽസ് ഉണ്ടാവുക, ടു ദ സ്റ്റെം ആൻഡ് ലീവ്സ്. ലീവ്സിലേക്കും സ്റ്റെമ്മിലേക്കും റൂട്ടിൽ നിന്ന് വെള്ളവും മിനറൽസും എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്. അതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ അല്ലേ. അത് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ പ്ലാന്റിന് അതില്ലെങ്കിൽ പിന്നെ ഒരു ലൈഫില്ല അല്ലേ. പ്ലാന്റ് നന്നായിട്ട് നിൽക്കണമെങ്കിൽ ഫുഡ്, വാട്ടറും മിനറൽസ് ഒക്കെ കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ആ ഫങ്ഷൻ ചെയ്യുന്നതാണ് സൈലം. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ പ്ലാന്റ് പാർട്സ് അല്ലേ. സൈലം എല്ലാ പാർട്ടിലേക്കും എത്തും, റൂട്ട് ടു എല്ലാ പാർട്ടിലേക്കും എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അത് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൂടിയാണ് കൊടുക്കുന്നത്. Then xylem consists of 4 different kinds of elements: tracheids, vessels, xylem fibers and xylem parenchyma. കുറേ 4 തരത്തിലുള്ള xylem elements ഉണ്ട്. tracheids, vessels, xylem fibers and xylem parenchyma. ഇതിൽ vesselsന്റെ പ്രത്യേകത absent in pteridophytes and gymnosperms. അതിൻ്റെ അർത്ഥം it is the unique characteristic of angiosperm അല്ലേ. നമുക്കറിയാം സൈലവും ഫ്ലോയും ഒക്കെ ടെറിഡോഫൈറ്റ്സിലും ജിംനോസ്പേംസിലും ഒക്കെ ഉണ്ട് അല്ലേ. അവിടെ ടെറിഡോഫൈറ്റ്സ് മുതലേ അതിൻ്റെ ഒരു ഒറിജിൻ നമുക്ക് കാണാൻ, എവല്യൂഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ആൻജിയോസ്പേംസിൽ മാത്രമാണ് സൈലത്തിൻ്റെ വെസൽ എന്ന് പറയുന്ന ഒരു എലിമെൻറ്റ് കാണുന്നത്. ഓക്കെ, അപ്പോൾ വെസൽസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ആൻജിയോസ്പേം ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ സൈലം എലമെൻറ്റ്സ്. Tracheids are elongated tube-like dead cells with thick and lignified walls and tapering ends. ഇതാണ് ട്രക്കീഡ് എന്ന് പറയുന്നത്. ട്രക്കീഡ് എന്ന് പറഞ്ഞാൽ elongated ആണ്, ട്യൂബ്-ലൈക്ക് ആണ്, ഡെഡ് സെല്ലാണ്. ഓക്കെ, ലിഗ്നിഫൈഡ് വാൾസും ടേപ്പറിങ് എൻഡ്സ് ആണ് അല്ലേ. മുകളിലേക്കും താഴേക്കും ടേപ്പർ ആയിട്ടാണ് ഉള്ളത്. ദെൻ വെസൽസ്. വെസൽസ് ആർ ലോങ് സിലിണ്ടറിക്കൽ ട്യൂബ്-like structures made up of many cells called vessel members, each with lignified walls and large central cavity. ഒരു ലാർജ് സെൻട്രൽ കാവിറ്റി ഉണ്ട്, ലിഗ്നിഫൈഡ് വാൾസ് ആണ്. ഇതാണ് എന്ത്? വെസൽസ്. ഓക്കെ, വെസൽ സെൽസ് ആർ വിത്തൗട്ട് പ്രോട്ടോപ്ലാസം, ഡെഡ് ആൻഡ് ആർ ഇന്റർകണക്റ്റഡ് ത്രൂ പെർഫറേഷൻസ് ഇൻ ദർ കോമൺ വാൾസ്. വെസൽസ് കണക്ട് ചെയ്യുന്നത് പെർഫറേഷൻസ് വഴിയാണ് അല്ലേ. അതിൻ്റെ കോമൺ വാൾസിലുള്ള പെർഫറേഷൻസ് വഴി അടുത്ത വെസലുമായിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്ത് പോകുന്നു. ഓക്കെ, സൈലം ഫൈബേഴ്സ് ആർ ലോങ്. ഇതാണ് സൈലം ഫൈബേഴ്സ്. സൈലം ഫൈബേഴ്സ് ആർ ലോങ് സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് വിത്ത് ഹൈലി തിക്കൻഡ് വാൾസ് ആൻഡ് ഒബ്ലിറ്ററേറ്റഡ് സെൻട്രൽ ല്യൂമൻ. ദേ പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട്. ഹൈലി തിക്കൻഡ് വാൾ ആയതുകൊണ്ട് തന്നെ സെൻട്രൽ ല്യൂമൻ കാണില്ല. ഓക്കെ, അതിനെ ഒബ്ലിറ്ററേറ്റ് ചെയ്യണം, അതിനെ കൺസീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് സൈലം ഫൈബർ. ഓക്കെ, സൈലം ഫൈബർ എന്ന് പറയുന്നത് ലോങ് സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സൈലം പാരൻകൈമ എന്ന് പറയുന്നത് തിൻ വാൾഡ് ലിവിങ് സെൽസ് ആണ്. അപ്പോൾ സൈലത്തിലെ ലിവിങ് ആയിട്ടുള്ള സെല്ലാണ് ഏത്? സൈലം പാരൻകൈമ. ഓക്കെ, വിച്ച് സ്റ്റോർ ഫുഡ് ആൻഡ് ഹെൽപ്പ് ഇൻ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ. റേഡിയൽ ആയിട്ട് അല്ലേ, ഇങ്ങോട്ടും ഇങ്ങോട്ടും റേഡിയൽ ആയിട്ട് വാട്ടർ കണ്ടക്ട് ചെയ്യുന്ന ഒരു വാട്ടർ കണ്ടക്ട് ചെയ്യേണ്ട ഫംഗ്ഷനാണ് സൈലം പാരൻകൈമ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫുഡും സ്റ്റോർ ചെയ്യുന്നു. ട്രക്കീഡ്സ് ആൻഡ് വെസൽസ് ആർ ദ മെയിൻ വാട്ടർ ട്രാൻസ്പോർട്ടിംഗ് എലിമെന്റ്സ് ഇൻ ആൻജിയോസ്പേംസ്. ട്രക്കീഡ്സും വെസൽസും ആണ് മെയിൻ ആയിട്ട് വാട്ടർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി the xylem formed in the primary plant body by procambium is known as primary xylem. അതായത് പ്ലാന്റ് ബോഡി ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ എന്തുണ്ടാകുന്നുണ്ട്? സൈലവും ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാകുന്ന സൈലത്തിനെയാണ് എന്ത് പറയുന്നത്? പ്രൈമറി സൈലം. The first or earlier formed primary xylem has smaller diameter and is called protoxylem. ആദ്യമായിട്ടുണ്ടാകുന്ന ഫസ്റ്റ് ഫോംഡ് xylem is known as protoxylem, primitive xylem. Okay, while the later formed primary xylem has larger diameter and is called metaxylem. First formed primary xylem is small അല്ലേ, സ്മോൾ ആണ്. അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോട്ടോസൈലം. പിന്നീട് ഉണ്ടാവുന്ന സൈലം എന്താണ്? വലിയതാണ്. അതിനെ എന്ത് പറയുന്നു? മെറ്റാസൈലം. ഓക്കെ, ഇൻസ്റ്റൻസ് പ്രോട്ടോസൈലം ലൈസ് ടുവേർഡ്സ് പിത്ത് and metaxylem towards periphery. This type of primary xylem is called endark. എന്താണ് പറയുന്നത്? സ്റ്റെമ്മിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റെമ്മിലും റൂട്ടിലും സൈലം വേറെ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, വ്യത്യസ്തമായ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെമ്മിൻ്റെ കേസിൽ
Protoxylem. Protoxylem means first formed xylem. First formed xylem towards pith ആണ്, സെൻറ്ററിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. മെറ്റാസൈലം പെരിഫറിയിലേക്ക്. അപ്പോൾ അങ്ങനെയാണ് സൈലത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്കിൽ, അതായത് പ്രോട്ടോസൈലം ടുവേർഡ്സ് ദ സെൻറ്റർ ആണെങ്കിൽ, ദാറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഈസ് നോൺ ആസ് എൻഡാർക്ക്. സ്റ്റെമ്മിലൊക്കെ എന്താണ് കാണുക? എൻഡാർക്ക് സൈലമാണ് കാണുക. അപ്പോൾ നമുക്കൊരു പാർട്ട് കിട്ടിയിട്ട് അത് സ്റ്റെമ്മാണോ റൂട്ടാണോ തിരിച്ചറിയാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്ത്? എൻഡാർക്ക് സൈലം. അപ്പം റൂട്ടിൻ്റെ കേസിലോ, ഇൻ റൂട്ട്സ് പ്രോട്ടോസൈലം ലൈസ് ടുവേർഡ്സ് പെരിഫറി ആൻഡ് മെറ്റാസൈലം ടുവേർഡ്സ് പിത്ത്. നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയുന്നതിന്? എക്സാർക്ക് അല്ലേ? അപ്പോൾ പ്രോട്ടോസൈലം ടുവേർഡ്സ് പെരിഫറി ആണെങ്കിൽ എക്സാർക്ക്, ദാറ്റ് ഈസ് ഇൻ ദ റൂട്ട്സ് അല്ലേ? റൂട്ട്സിൻ്റെ ഉണ്ടാകുന്ന കണ്ടീഷനാണ് എന്ത്? എക്സാർക്ക്. എക്സാർക്ക് സൈലം. എൻഡാർക്ക് സൈലം ഇൻ സ്റ്റെം, എക്സാർക്ക് സൈലം ഇൻ root. Okay, the xylem elements formed later by secondary meristems constitute secondary xylem. Okay, the two types of xylem are primary xylem and secondary xylem. Primary xylem എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോം ചെയ്യുന്ന xylem, അതായത് പ്ലാന്റ് ബോഡി ഉണ്ടാകുമ്പോൾ തന്നെ ഉണ്ടാകുന്ന xylem-ത്തിനെയാണ് പ്രൈമറി xylem എന്ന് പറയുന്നത്. ലേറ്റർ അതിൻ്റെ ഗർത്ത് അല്ലേ, നമ്മൾ ലാറ്ററൽ മെരിസ്റ്റംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ലാറ്ററൽ മെരിസ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വണ്ണം കൂട്ടുന്നത് അല്ലേ, ഗർത്ത് കൂട്ടുന്നത്. സെക്കൻഡറി മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആ മെരിസ്റ്റംസ് ഉണ്ടാക്കുന്ന രണ്ടാമതുണ്ടാക്കുന്ന സൈലത്തിന് എന്ത് പറയുന്നു? സെക്കൻഡറി സൈലം എന്ന് പറയുന്നു. ഓക്കെ, ഇനി പ്രൈമറി സൈലത്തിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. പ്രൈമറി സൈലത്തിൽ ഫസ്റ്റ് ഫോംഡ് സ്മോളർ ഡയമീറ്റർ സെൽസിനെ എന്ത് പറയുന്നു? പ്രോട്ടോസൈലം എന്നും ലാർജർ ഡയമീറ്ററുള്ള ലേറ്റർ ഫോംഡ് സൈലത്തിന് എന്ത് പറയുന്നു? മെറ്റാസൈലം. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അനുസരിച്ചിട്ട് എൻഡാർക്ക് സൈലവും എക്സാർക്ക് സൈലം അല്ലേ. എൻഡാർക്ക് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റെം ആൻഡ് എക്സാർക്ക് ഇസ് ദ റൂട്ട്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലോയത്തിലേക്ക് പോവാം. Phloem means it transports food materials usually from leaves to other parts of the plant. Xylem conduct water and minerals from roots to other parts. Here phloem transport food. ഫുഡാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഫ്രം വെയർ? ഫ്രം ലീവ്സ് ടു വെയർ? അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് അല്ലേ. എല്ലാ പ്ലാന്റിൻ്റെ എല്ലാ പാർട്സിലേക്കും എത്തിക്കുന്നു. ലീഫിലാണ് എന്തുണ്ടാവുക? ഫുഡ് ഉണ്ടാവുക അല്ലേ. ഓക്കെ, then in angiosperms is composed of 4 types of elements. നമ്മൾ സൈലം പറഞ്ഞതുപോലെ തന്നെ സൈലത്തിൽ 4 എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതേപോലെ ഫ്ലോയത്തിന് 4 എലിമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് സീവ് ട്യൂബ് എലിമെൻറ്റ്, 2 കമ്പാനിയൻ സെൽസ്, 3 ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. സൈലം പറഞ്ഞതുപോലെ തന്നെ അല്ലേ, സൈലത്തിൻ്റെ അകത്ത് ട്രക്കീഡ്സ്, വെസൽസ്, xylem parenchyma and xylem fibers ആയിരുന്നു. ഇവിടെ sieve tube elements, companion cells, phloem parenchyma and phloem fibers. Pteridophytes and gymnosperms lack sieve tubes and companion cells but possess sieve cells and albuminous cells. നേരത്തെ നമ്മൾ വെസൽസ് അതിൽ കാണുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഫ്ലോയത്തിൻ്റെ സീവ് ട്യൂബ്സും കമ്പാനിയൻ സെൽസും ടെറിഡോഫൈറ്റ്സിലും ജിംനോസ്പേംസിലും കാണുന്നില്ല. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദർ ഈസ് sieve cells and albuminous cells. Okay, the first formed phloem consists of narrow sieve tubes and is called protophlloem. നമ്മളിപ്പോൾ സൈലത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഉണ്ടാകുന്ന ഫ്ലോയത്തിനെ protophlloem എന്നും, later formed phloem has bigger sieve tubes and is known as metaphlloem. narrow sieve tubes protophlloem, bigger sieve tube നെ പറയുന്നു metaphlloem എന്ന് പറയുന്നു. ഇനി ഓരോ എലിമെന്റ്സ് നോക്കാം. Sieve tube elements are long tube-like structures with perforated and balls called sieve plates. Sieve tube എന്ന് പറയുന്നത് എന്താണ്? ലോങ് ആയിട്ടുള്ള ട്യൂബ്-ലൈക്ക് ആണ്, സ്ട്രക്ചറാണ്. അതിൻ്റെ എൻഡിൽ പെർഫറേറ്റഡ് വാൾസ് കാണാൻ പറ്റും. അതായത് സ്മോൾ ഹോൾസ് ഉള്ള വാൾസ് ആണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് സീവ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. സീവിങ് അരിക്കുന്ന ആ ഒരു അരിപ്പ എന്ന് പറയുന്നത് പോലത്തെ ഒരു സ്ട്രക്ചറാണ് സീവ് ട്യൂബിൻ്റെത്. Companion cells are specialized parenchymatous cells which are closely associated with sieve tube elements and help in maintaining pressure gradient in sieve tube elements. Companion cells എന്ന് പറയുന്നത് parenchymatous cells ആണ്. ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നു? സീവ് ട്യൂബ്. എവിടെ സീവ് ട്യൂബ് ഉണ്ടോ അവിടെ എന്തുണ്ടാവും? കമ്പാനിയൻ ആയിട്ട് അല്ലേ, അത് ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എന്ത് കാണാൻ പറ്റും? കമ്പാനിയൻ സെൽസ് കാണാൻ പറ്റും. അത് ഇതിൻ്റെ സീവ് ട്യൂബിൽ ഉണ്ടാകുന്ന പ്രഷറിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കെ സഹായിക്കുന്നതാണ് കമ്പാനിയൻ സെൽസ്. ഓക്കെ,
Phloem parenchyma store food material and other substances. It is absent in most of the monocots. നമ്മൾ Xylem parenchyma പറഞ്ഞതുപോലെ തന്നെ ഫുഡ് സ്റ്റോർ ചെയ്യുകയാണ് Phloem parenchyma. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ monocots. And Phloem fibers also known as bast fibers. Phloem നമ്മൾ bast എന്ന് പറയും. Are sclerenchymatous cells usually present in the secondary phloem. Phloem fibers സാധാരണ കാണുന്നത് സെക്കൻഡറി ഫ്ലോയിൽ, അതായത് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്താണ് phloem fibers കാണുന്നത്. അത് സ്ക്ലീറൻകൈമാറ്റസ് ടൈപ്പാണ്. ഓക്കെ, commercially useful fibers such as jute, flax and hemp are phloem fibers. നമ്മൾ ഉപയോഗിക്കുന്ന ചണ അല്ലേ, അത് ഫ്ലാക്സ് എന്നൊക്കെ പറയുന്ന കമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന ഫൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും phloem ഫൈബേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പടം നമുക്കിവിടെ നോക്കാം. ഇതെല്ലാം എന്താണ്? സ്റ്റെമ്മിൻ്റെ അല്ലെങ്കിൽ റൂട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ഉൾഭാഗത്തുള്ള സ്ട്രക്ചേഴ്സ് ആണല്ലേ നമ്മൾ അനാറ്റമി എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സെൽസിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സെൽസ് കൂടിച്ചേർന്ന് ടിഷ്യൂസ് അല്ലേ, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ സീവ് പ്ലേറ്റ് അല്ലേ, പെർഫോറേറ്റഡ് പ്ലേറ്റ് കാണുന്നുണ്ട്. ഇതാണ് സീവ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീവ് ട്യൂബിൻ്റെ വാൾസ് ആണ് പെർഫോറേറ്റഡ് വാൾസ്, സീവ് പ്ലേറ്റ്. പിന്നെ Phloem parenchyma, കമ്പാനിയൻ സെൽസ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പെർമനൻറ്റ് ടിഷ്യൂസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ആൻഡ് കോംപ്ലെക്സ് പെർമനൻറ്റ് ടിഷ്യൂസ്. അപ്പോൾ മൊത്തത്തിലുള്ള ടിഷ്യൂ അല്ലേ, ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. പ്ലാന്റ് ടിഷ്യൂ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. പ്ലാന്റ് ടിഷ്യൂ ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ is again classified into 3: apical meristematic tissue, intercalary meristematic tissue and lateral meristematic tissue. Apical and intercalary meristems are primary meristem and lateral meristem is the secondary one. Okay, then permanent tissue again classified into simple permanent tissue and complex permanent tissue. Simple permanent tissue, Parenchyma, Collenchyma and Sclerenchyma. These are made up of only one type of cell. But in the complex permanent tissue, it is divided into xylem and phloem. Why it is called as complex means it is composed of more than one type of cell. പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ടിഷ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കണ്ടൻറ്റുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.